ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 29-ാം വാക്യം. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുൻപാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവരും കൂടെ. ഈ വാക്യത്തിൽ 3 കൂട്ടരെ കാണിക്കുന്നുണ്ട്. ഒന്ന്, പുഷ്ടിയുള്ളവർ. ഇത് അഭിവൃദ്ധിയെ കാണിക്കുന്നു. വലിയവനും ധനികരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഈ കൂട്ടത്തിൽ കാണുന്നു. ഇവർ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് രക്ഷയ്ക്കായി തിരിയുന്നു. 2, പൊടിയിലേക്ക് ഇറങ്ങുന്നവർ. ഇവർ പീഡിതരും നിന്ദിതരുമാണ്. ധനവാന്മാർക്കെന്ന പോലെ ഇവർക്കും രക്ഷ ഒരുക്കിയിരിക്കുന്നു. 3, സ്വന്തം പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവർ. തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയാതെ മരണത്തോട് സമീപിച്ചവർ. വൃദ്ധന്മാർ, രോഗികൾ, ബലഹീനർ, ആസന്ന മരണർ. ഇവരും രക്ഷയുടെ കാര്യത്തിൽ തൽപരരായി കർത്താവിങ്കിലേക്ക് തിരിയുന്നു. ഈ 3 കൂട്ടർ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും പ്രതിനിധീകരിക്കുകയാണ്. പിതാവായ ദൈവം പുത്രനിലൂടെ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കിയിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, സ്വന്തം ആത്മാവിനെ ജീവനോടെ നിലനിർത്തുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഏറ്റവും ചെറിയവനും ഏറ്റവും വലിയവനും ഏറ്റവും നീചനും അവരുടെ രക്ഷ യേശുവിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ഈ തിരിച്ചറിവിലൂടെ യേശുവിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥിക്കാം. പിതാവേ, നിന്റെ പുത്രനിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.